ഹലോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ബിക്കോസ് ഐ എം പ്ലേയിങ് ട്രൂത്ത് ഓർ ഡെയർ ടുഡേ. ട്രൂത്ത് ഓർ ഡെയർ കളിക്കാൻ ആരെങ്കിലും കൂടെ വേണം. എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അവർക്കെല്ലാം ജോലിയുണ്ട് ബോയ്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ട്രൂത്ത് ഓർ ഡെയർ എങ്ങനെയാണ് ഒറ്റയ്ക്ക് കളിക്കുന്നതെന്ന്. ശരിയാണ്, പക്ഷെ നമ്മൾ അതിനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ടെക്നോളജി ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ഫോണിൽ ഒരു സ്പിൻ വീൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ ടാസ്കും ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ അത് നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം. ഇത് സ്പിൻ ചെയ്താൽ പൈസ ഒന്നും കിട്ടത്തില്ല. സ്പിൻ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ടാസ്ക് തരും. ആ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യമായിരിക്കും, അതിന് നമുക്ക് ഉത്തരം പറയാം. ഞാൻ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എന്താണ് തരുന്നത്. എന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭയങ്കര അൺകാനിയാണ്. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഈ ടാസ്ക് എല്ലാം എനിക്ക് ആഡ് ചെയ്ത് തന്നെ എൻ്റെ അനിയനാണ്. സോ എനിക്കൊരു ഐഡിയ ഇല്ല ഇതിൻ്റെ അകത്ത് എന്താണുള്ളത്. ഭയങ്കര വിയേർഡായിട്ടാണ് ഈ വീലും ഇരിക്കുന്നത്. എന്താണെന്ന് വായിക്കാനൊന്നും പറ്റുന്നില്ല. നമുക്ക് സ്പിൻ ചെയ്യാം. ഹാവ് യു എവർ വാച്ച്ഡ് യുവർ ഓൺ വീഡിയോ ആൻഡ് തോട്ട് ഇറ്റ് വാസ് ഗാർബേജ്? ബ്രോ, എൻ്റെ കണ്ടന്റ് ഗാർബേജ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നോ? ആറായി ക്വസ്റ്റ്യനൊക്കെ എഴുതി തരുന്നത്. എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്ന കണ്ടന്റെല്ലാം പ്രിസൈസ്ലി ക്രാഫ്റ്റഡ് ആണ്. എല്ലാം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഫിൽട്ടർ ചെയ്ത് സോർട്ട് ചെയ്ത് ഒരുപാട് നാളെടുത്താണ് ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത്. എൻ്റെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി. മൊത്തം അണ്ടർ റേറ്റഡ് എന്ന് കമൻറ്റ് വന്നിട്ടുണ്ട്. മൊത്തം ഒന്നും വന്നിട്ടില്ല. 1-2 വന്നു കാണും അണ്ടർ റേറ്റഡ് എന്നും പറഞ്ഞു. Don't try to play the fool with me, Nikesh. അപ്പോൾ അടുത്തത് നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ആണോ എന്തെങ്കിലും ടാസ്ക് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്പിൻ ദ വീൽ. എന്തോന്നൊക്കെയാണ് അതിൻ്റെ തിരിഞ്ഞു വെച്ചേക്കുന്നത്. എന്തെടുത്തിട്ട് തിന്നും ഞാൻ. ഇപ്പോൾ ഒരു വിയേർഡ് ഫുഡ് കോംബോ അടുക്കളയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. റോബസ്റ്റ പഴവും പെരി കെച്ചപ്പ്. എന്തായാലും കെച്ചപ്പ് കൂട്ടിയൊന്നും പഴം കഴിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. ഇതിൽ ഒഴിച്ച് തിന്നാനൊന്നും വയ്യ. ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് മുക്കി കഴിക്കാം. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? നോക്കട്ടെ. കൊള്ളൂലറാ. ഇഷ്ടമുള്ള പഴമാണിത്. എൻ്റെ മധുരമുള്ള പഴമാണ്. അതിൻ്റെ ഇടയിൽ കൊള്ളൂല. ഇതെങ്ങനെ പറയണമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ ടേസ്റ്റ് ബാക്കി കൊള്ളൂല. ഇത് ഐഡിയ ആണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് ചെയ്യില്ല. എനിക്ക് മതിയായി. സോ അവിടുത്തെ എൻ്റെ എക്സ്പ്രഷനെ കണ്ടിട്ട് കുറച്ച് ഓവറാണെന്ന് തോന്നിയവർ ട്രൈ ചെയ്ത് നോക്കുക ഈ കോംബോ. നിങ്ങൾ പഴം എടുത്ത്, പ്രത്യേകിച്ച് റോബസ്റ്റ പഴം എടുത്ത് കെച്ചപ്പിൽ മുക്കി തിന്ന് നോക്കണം. വെറും വൃത്തിയായിട്ട് ടേസ്റ്റാണ്. ഇത് സാധാ കെച്ചപ്പൊന്നുമല്ല, ഒരു പെരി കെച്ചപ്പ്. ഇത് ആര് വാങ്ങിച്ചിട്ടുണ്ടെന്നോ വായിക്ക് ഉള്ളില്ലാത്ത ഒരു കെച്ചപ്പായിരുന്നു അത്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അടുത്ത നോക്കാം. ബ്രോ, ഡാൻസാ? ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഡാൻസ് കളിച്ചിട്ടില്ല. എൻ്റെ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഡാൻസ് ട്യൂട്ടോറിയൽ വേണ്ടവർ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ പുതിയൊരു സീരീസ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, ഡാൻസ് ട്യൂട്ടോറിയൽ. നമുക്ക് അടുത്ത എന്താണ് ഈ വീഡിയോ തരുന്നതെന്ന് നോക്കാം. വൈ ഡിഡ് യുവർ എക്സ് ലീവ് യു? അത് എനിക്ക് ഉത്തരം ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര സാഡായിട്ടുള്ള ഒരു ട്രാജിക് സ്റ്റോറിയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ എക്സ് എന്നെ വിട്ടിട്ട് പോയതെന്ന്. സോ ആക്ച്വലി ഈ ചാനൽ തുടങ്ങുന്നവരെ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. എക്സ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ടൊന്നും ചെയ്യാത്ത ഒരാളാണ്, എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എന്നെ കണ്ടിട്ടാണ് ലക്ഷ്യമില്ലെന്ന് പറയുന്നത്. സോ ആ സമയത്ത് എനിക്ക് വ്യൂസ് കുറവായിരുന്നു, 12 വ്യൂസൊക്കെ കിട്ടത്തുള്ളായിരുന്നു. സോ തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ, അത് മനസ്സിലാക്കാൻ ഉള്ളൊരു ശേഷിയില്ല, എന്നെ കളഞ്ഞിട്ട് അങ്ങ് പോയി. പക്ഷേ ജോക്സ് ഓൺ ഹർ, ഇപ്പം എൻ്റെ വീഡിയോസിൻ്റെ വ്യൂസൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ. സോ നമ്മളെ വീട്ടിൽ ഇനി ഒരേ ഒരു ചലഞ്ചേ ഉള്ളൂ, അതോടെ കംപ്ലീറ്റ് ചെയ്താൽ ഈ വീഡിയോ തീരാൻ പോവുകയാണ്. സോ നമുക്കത് നോക്കാം. കോൾ എ ഫ്രണ്ട് ആൻഡ് ടെൽ ദ മോസ്റ്റ് എംബാരസിങ് തിങ് യു ഡിഡ് ടുഡേ എന്ന് ഒരുപാട് കാര്യം ചെയ്ത് ഡാൻസൊക്കെ കളിച്ച് ഞാൻ. എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് നമുക്കത് പറയാം.
ആവശ്യപ്പെട്ടതിനാൽ താങ്കളുടെ മൊബൈൽ സേവനങ്ങൾ തടഞ്ഞിരിക്കുന്നു. കോളിംഗും ഇന്റർനെറ്റ് സേവനങ്ങളും ഉപയോഗിക്കുന്നത് തുടരാൻ ഇപ്പോൾ റീചാർജ് ചെയ്യുക. ലൈൻ കട്ട്.